ഹായ് ഗായ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുമല്ലേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. എല്ലാ പ്രിയപ്പെട്ട ഗർഭിണികളായ സഹോദരിമാരോടുമാണ്, നിങ്ങൾ പ്രഗ്നൻസിയിലായിരിക്കുമ്പോൾ ഒരുപാട് സംശയങ്ങളുണ്ടായിരിക്കും. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു വയറുവേദന വന്നാലോ, അല്ലെങ്കിൽ ഇത്തിരി ഛർദിൽ കൂടിയാലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിശക്കുന്നില്ലെങ്കിലോ, ഇനി ഒരു പക്ഷെ ഒരുപാട് വിശപ്പുണ്ടെങ്കിലോ ഒക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. കാരണം എന്താ, നമ്മൾ ഫസ്റ്റായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ട് അതെന്തുകൊണ്ടായിരിക്കും എന്നൊക്കെ ചിന്തിക്കും. അപ്പം ഞാനും അങ്ങനെ തന്നെയായിരുന്നു. എൻ്റെ മോനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ടൈമിൽ ഞാനും ഇങ്ങനെ ഒരുപാട് സംശയങ്ങളും കൊണ്ട് നടന്ന ഒരാളാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തിരുന്നു, പണ്ട് നെറ്റിലൊക്കെ നോക്കി എന്തുകൊണ്ടാണ് എന്നൊക്കെ നോക്കിയിരുന്നു. പക്ഷേ ഒരു സമയം വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മൾ നോക്കുന്നതും നമ്മുടെ പ്രഗ്നൻസിയും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാവില്ല. അതായത് ഒരാളുടെ പ്രഗ്നൻസിയിൽ കുറച്ച് കാര്യങ്ങൾ ചിലപ്പോൾ ഒരാൾ വന്നിരുന്ന് പറയും. അപ്പം നിങ്ങൾ വിചാരിക്കും അപ്പോൾ അതുപോലെ തന്നെയായിരിക്കും എനിക്കും. പക്ഷെ അങ്ങനെ ആയിരിക്കില്ലെന്നും പറയാൻ പറ്റില്ല, അങ്ങനെയാണെന്നും പറയാൻ പറ്റില്ല. ചിലർക്ക് ഒട്ടുമിക്കതും വ്യത്യാസങ്ങൾ ഉണ്ടാകും, ഒരുപാട് വ്യത്യാസം ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങളുടെ സംശയങ്ങളെല്ലാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി മാത്രം നെറ്റ് സെർച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലാതെ നിങ്ങളുടെ പ്രഗ്നൻസിയുമായി അതിനൊരിക്കലും മാച്ച് ചെയ്ത് നോക്കരുത് കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്, നമ്മൾ പ്രഗ്നൻസി ഡ്യൂറിങ് ടൈമിൽ സെക്സ് സേഫ് ആണോ അല്ലയോ എന്നുള്ളതാണ്. ഒരുപാട് ഗർഭിണികൾക്ക് അതിനെപ്പറ്റി സംശയം ഉണ്ടായിരിക്കും. അപ്പം ഞാൻ അതൊന്നാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോൾ സെക്സ് ഡ്യൂറിങ് പ്രഗ്നൻസി ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ഒരിക്കലും സേഫ് അല്ല എന്ന് പറയാൻ പറ്റില്ല. സേഫാണ്, 100% സേഫാണ്. അതുപോലെ തന്നെ നമുക്ക് 3 ട്രൈമസ്റ്ററിലും അത് സേഫാണ്. പക്ഷേ അതിലൊരു കാരണമുണ്ട്. ഹെൽത്തി പ്രഗ്നൻസി ആണെങ്കിൽ മാത്രമാണ് നമുക്ക് പ്രഗ്നൻസി ടൈമിൽ, അതായത് പ്രഗ്നൻസി ഡ്യൂറിങ് ടൈമിൽ സെക്സ് സേഫ് ആയിരിക്കുള്ളൂ. അതായത് ഹെൽത്തി പ്രഗ്നൻസി ആണ്, അതായത് യാതൊരുവിധ കോംപ്ലിക്കേഷൻസും ഇല്ല, അല്ലെങ്കിൽ ഷോർട്ട് സെർവിക്സ് ഇല്ല, ഷുഗർ ഇല്ല, അങ്ങനെയുള്ള കുറേ ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാവുമല്ലോ, അതൊന്നും ഇല്ലാത്ത ഒരു പ്രഗ്നൻസി ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ 3 ട്രൈമസ്റ്ററിലും നിങ്ങൾക്ക് സെക്സ് കുഴപ്പമുണ്ടാവില്ല. അതുപോലെ തന്നെ കുഞ്ഞ് കിടക്കുന്നത് എല്ലാവർക്കും അറിയാം, അതൊരു അമ്നിയോട്ടിക് ഫ്ലൂയിഡിലാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞ് സെക്യൂർഡ് ആണ് എപ്പോഴും. അതുപോലെ തന്നെ നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ പെനീസ് ഒരിക്കലും കുഞ്ഞിൻ്റെ ബോഡിയുമായിട്ട് ടച്ച് ചെയ്യൂല. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അത് എന്താ പറയുക, നമ്മൾ സെക്സ് ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മുടെ കുഞ്ഞുമായി ടച്ച് ചെയ്യുന്ന ഒരു സംഭവത്തിലേക്ക് ഒരിക്കലും എത്തത്തില്ല. അപ്പം ഞാൻ പറഞ്ഞല്ലോ, നമുക്കിപ്പോൾ പ്രോബ്ലംസ് ഒന്നുമില്ലെങ്കിൽ നമുക്ക് പ്രഗ്നൻസി ടൈമിൽ നമ്മുടെ 3 ട്രൈമസ്റ്ററിലും നമുക്കത് സേഫാണ്. അപ്പോൾ അതോർത്ത് ആരും ടെൻഷൻ ആവണ്ട. നിങ്ങൾക്ക് യാതൊരുവിധ ഹെൽത്ത് പ്രോബ്ലംസും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായും 3 ട്രൈമസ്റ്ററിലും, അതായത് 9 മാസവും നിങ്ങൾക്ക് സെക്സിൽ ഏർപ്പെടാം. പക്ഷേ ഫസ്റ്റത്തെ ആ ഒരു മാസങ്ങളൊക്കെ നമ്മൾക്ക് പേടിയാണ്, അല്ലേ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുമോ എന്നുള്ളത്. ഞാനെന്തിന് എന്താ പറയുക, അങ്ങനെ ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്, സംശയങ്ങൾ ക്ലിയർ ചെയ്യുന്നു എന്ന് മാത്രമാണ് കേട്ടോ. അപ്പോൾ പിന്നത്തെ ഒരു ചോദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ സെക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മുടെ സ്പേം പോയിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, അല്ലേ? ഭർത്താവിൻ്റെ നമ്മൾ സെക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉള്ളിലോട്ടാണ് സ്പേം കളയുന്നതെങ്കിൽ പ്രഗ്നൻസി ടൈമിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവും വരാനില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഒരു കുഞ്ഞ് നമ്മുടെ യൂട്രസിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ നമുക്ക് ഒരിക്കലും അത് ഉള്ളിൽ പോയി എന്ന് വെച്ചിട്ട് യാതൊരു പ്രശ്നവും സംഭവിക്കാൻ പോകുന്നില്ല. ഞാൻ വീണ്ടും പറയുന്നു, കുഞ്ഞ് പ്രൊട്ടക്റ്റഡ് ആണ്. നമ്മുടെ വയറിനുള്ളിൽ അമ്നിയോട്ടിക് ഫ്ലൂയിഡിലാണ്, നല്ല സ്ട്രോങ് മസിൽസിലാണ് കുഞ്ഞ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ യാതൊരുവിധ പ്രശ്നവും സംഭവിക്കില്ല. കുഞ്ഞുമായി യാതൊരു വിധത്തിലും ടച്ച് ചെയ്യുകയോ ഒന്നും തന്നെ സംഭവിക്കില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രഗ്നൻസിയിലെ ടൈമിൽ നിങ്ങൾക്ക് യാതൊരുവിധ ഹെൽത്ത് പ്രോബ്ലംസും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സെക്സ് യാതൊരു പ്രശ്നവും ഇല്ല. പിന്നെ ഏതൊക്കെ സമയങ്ങളിലാണ് നമ്മൾ ഈ സെക്സ് അവോയ്ഡ് ചെയ്യേണ്ടത് പ്രഗ്നൻസി ടൈമിൽ? അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ ആദ്യം പറയാനുള്ളത്, വജൈനൽ ബ്ലീഡിങ് ഉള്ളവർ, അതായത് പ്രഗ്നൻസി ടൈമിൽ ചിലപ്പോൾ ആദ്യത്തെ ട്രൈമസ്റ്ററിലൊക്കെ നമുക്ക് വജൈനൽ ബ്ലീഡിങ് സംഭവിക്കാറുണ്ട്. ഒട്ടുമിക്ക പെൺകുട്ടികൾക്ക് സംഭവിക്കാറുണ്ട്. അത് ചെറിയ രീതിയിലാണെങ്കിൽ നമ്മൾക്ക് കുഴപ്പമില്ല. പക്ഷെ അത് കൂടുതലാണെങ്കിൽ ഡോക്ടർ നമ്മളോട് പറയാണ്, നമ്മൾ ബോഡി ഒന്നും ഒരുപാട് അനക്കരുത്, അല്ലെങ്കിൽ നമ്മൾ നല്ല റെസ്റ്റ് എടുക്കണം എന്നൊക്കെ പറഞ്ഞ ടൈമിൽ യാതൊരു തരത്തിലും നിങ്ങൾ സെക്സ് ഏർപ്പെടാൻ ശ്രമിക്കരുത്. കാരണം അത് നമുക്ക് ഭയങ്കര ഡേഞ്ചർ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് വജൈനൽ ബ്ലീഡിങ് ഉള്ളവർ യാതൊരു തരത്തിലും നമ്മൾക്ക് റിസ്ക് എടുക്കാൻ ശ്രമിക്കരുത്. കാരണം നമുക്ക് പിന്നീട് അതൊരു വലിയ ദുഃഖത്തിലേക്ക് എത്തിക്കും.
പിന്നെയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുൻപ് മിസ്കാരേജ് സംഭവിച്ചിട്ടുള്ളവർ, അതായത് മുമ്പ് അബോഷൻ കുഞ്ഞ് അബോഷനായിട്ടുള്ളവർ ഒരിക്കലും നിങ്ങൾ രണ്ടാമത് പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ഒരിക്കലും സെക്സിൽ ഏർപ്പെടരുത്. കാരണം നമ്മൾക്ക് പെട്ടെന്ന് പ്രഗ്നൻസി വീണ്ടും അബോഷനായി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ആദ്യം നമ്മൾ അബോഷനോ അല്ലെങ്കിൽ കുഞ്ഞ് നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ വീണ്ടും പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ഒരുപാട് കെയർ ചെയ്യണം. ഒട്ടും എന്താ പറയുക, കെയർലെസ് ആവുകയോ ചെയ്യരുത്. അപ്പോൾ ആ ഒരു ടൈമിലും നമുക്ക് സെക്സ് എന്ന് പറയുന്നത് നല്ലതല്ല. പിന്നെ അതുപോലെ നോക്കുവാണെങ്കിൽ നമുക്ക് മുൻപ് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ മിസ്കാരേജ് സംഭവിച്ചതുപോലെ തന്നെ നമുക്ക് ഫസ്റ്റ് പ്രഗ്നൻസി അല്ലെങ്കിൽ ഇതിന് മുന്നത്തെ പ്രഗ്നൻസിയിൽ നമുക്ക് പ്രീ ടൈം ലേബർ നടന്നിട്ടുണ്ടെങ്കിൽ, അതായത് മാസം തികയാതെ കുഞ്ഞിനെ പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ അടുത്ത പ്രഗ്നൻസിയിൽ ഒരിക്കലും ഇത്തരത്തിലുള്ള റിസ്കുകൾ എടുക്കരുത്. കാരണം പ്രീ ടൈം ലേബർ സംഭവിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്കത് വളരെ പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഉള്ളവർ നിങ്ങൾ കഴിവതും അല്ല ഒട്ടും തന്നെ സെക്സിൽ ഏർപ്പെടാൻ ശ്രമിക്കരുത് പ്രഗ്നൻസി ടൈമിൽ. അതുപോലെ തന്നെ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ലീക്കിംഗ് ഉണ്ടെങ്കിലും അതുപോലെ തന്നെ സേഫ് അല്ല, നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു ടൈമാണ്. അപ്പോൾ ആ ഒരു ടൈമിലും നമ്മൾക്ക് സെക്സ് ഒരിക്കലും പ്രഗ്നൻസി ടൈമിൽ ചെയ്യരുത്. പിന്നെ നോക്കുകയാണെങ്കിൽ സെർവിക്കൽ ഇൻഎഫിഷ്യൻസി ഉണ്ടെങ്കിൽ, അതായത് ഷോർട്ട് സെർവിക്സ് പോലുള്ള പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിൽ, അതായത് നമ്മുടെ ഷോർട്ട് സെർവിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സെർവിക്കൽ ലെങ്ത്ത് വളരെ കുറവാണെങ്കിൽ നമ്മൾ കുഞ്ഞ് പുറത്തോട്ട് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അങ്ങനെയുള്ളവർക്കാണ് പെട്ടെന്ന് പ്രീ ടൈം ലേബർ സംഭവിക്കുന്നത്. അപ്പോൾ സെർവിക്കൽ ലെങ്ത്ത് കുറവാണെങ്കിൽ നിങ്ങളങ്ങനെ ട്രൈ ചെയ്യരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് കുഞ്ഞ് പുറത്തോട്ട് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ സെർവിക്കൽ പ്രോബ്ലംസ് ഉള്ളവരും ഡ്യൂറിങ് പ്രഗ്നൻസി ടൈം സെക്സ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കണം. പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസ് ഒക്കെ ഉള്ളവർ, നമ്മുടെ വജൈനൽ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ ഒരുപാടാണ്. അപ്പോൾ നമ്മളൊരു പ്രഗ്നൻസി ടൈമിൽ ഇരിക്കുന്ന ആ ഒരു 9 മാസം നമ്മുടെ ബോഡി എത്തരത്തിലാണ് എന്നുള്ളത് നമ്മുടെ ഡോക്ടേഴ്സ്മാർ പറഞ്ഞു കഴിയുമ്പോൾ അത്തരത്തിൽ നമ്മൾ ചെയ്യാൻ ശ്രമിക്കണം. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഷുഗറോ പ്രഷറോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൂടുതലോ കുറവോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഡോക്ടേഴ്സ് എന്താണോ പറയുന്നത് അതനുസരിച്ച് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഞാൻ പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങളോട് വീണ്ടും പറയുകയാണ്, നിങ്ങൾക്ക് ഡൗട്ടുകൾ വരുമ്പോൾ ക്ലിയർ ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. ഒരു പ്രശ്നവുമില്ല. ചിലപ്പോൾ നമ്മുടെ ചുറ്റും നിൽക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ ആ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ചിലപ്പോൾ നമ്മുടെ ഡോക്ടേഴ്സിനോട് നമുക്ക് എപ്പോഴും നമ്മുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇൻ്റർനെറ്റിലൊക്കെ നോക്കും. വളരെ നല്ല കാര്യം തന്നെയാണ്, ഞാനും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ പറയട്ടെ, നിങ്ങൾ ഒരിക്കലും നിങ്ങൾ ഇൻ്റർനെറ്റിൽ കണ്ടിട്ട് നിങ്ങളുടെ പ്രഗ്നൻസിയുമായി റിലേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. കാരണം ഞാൻ എൻ്റെ പ്രഗ്നൻസിയിലും ഞാൻ ഇതുപോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അനുഭവത്തിലാണ് പറയുന്നത്. കാരണം കുറച്ച് കഴിഞ്ഞ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ പ്രഗ്നൻസിയും ഞാൻ കണ്ടുകൊണ്ടിരുന്ന വീഡിയോയിലെ പ്രഗ്നൻസിയും തമ്മിൽ പകൽ വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചുമ്മാ ഒരു വീഡിയോ കണ്ട് ടെൻഷൻ അടിച്ച് നിങ്ങളുടെ പ്രഗ്നൻസിയിൽ ഇല്ലാത്തതൊന്നും വരുത്തി വെക്കാൻ ശ്രമിക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഉടനെ അടുത്ത വീഡിയോ വരും. അപ്പോൾ താങ്ക് യു.